എടാ മച്ചാന്മാരെ, നമ്മൾ വേണ്ട നമ്മളെ പീക്കി ബ്ലൈൻഡേഴ്സ് തോമസ് എൽബി അണ്ണൻ്റെ വണ്ടി എടുത്ത് സിഗ്മ വണ്ടി എടുത്ത് മൊത്തം റാൻഡായിട്ട് കാർ അത് എടുത്തുകൊണ്ട് ഇതിന് വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി പോകുമ്പോൾ നല്ല കാറൊന്നും കിട്ടിയില്ല. അതായത് കാറൊക്കെ ഉണ്ട്, പക്ഷേ ഏതൊക്കെ എവിടെയൊക്കെ ആയിട്ട് കിടക്കണം. അല്ല നമ്മൾ അധികമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന കാറുകളുടെ അവിടെ ഉള്ളായിരുന്നു. അപ്പോൾ റാൻഡ് ഒരിക്കലും നിരക്കി പോയപ്പോൾ അണ്ണൻ്റെ കാറ് കൺമുന്നിൽ വന്ന് പെട്ടു മുത്ത. പിന്നെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം മുത്തേ, സീരിയസ്ലി നമ്മൾ അധികം എടുത്ത് ഓടിച്ചിട്ടില്ല. W കാറാണ് മുത്തേ, തോമസ് എൽബി മുത്തേ, തോമസ് എൽബി സീരിയസ്ലി മുത്തേ. W ഊറ് പാട്ട് മുത്തേ സീരിയസ്ലി. എടാ പിന്നെ അഴുക്കുമില്ല ഒന്നുമില്ല, ഓൾറെഡി സെറ്റാണ്. നമ്മൾ അതേ എടുത്ത് ഉപയോഗിക്കാത്തതുകൊണ്ടുകൂടെ അതിന് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഓ കുറ്റിക്കാടിലൊട്ട മാറാ കുറ്റിക്കാടേ മുത്തേ സീരിയസ്ലി ഇതിൻ്റെ ഒടാ നീലോട്ടെ. എടാ മുത്തേ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കണം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴേ അങ്ങ് പറയാം മുത്തേ, നമ്മൾ പ്ലാനൊന്നും ഇല്ലാതല്ല വന്നേക്കണം. അതായത് ഗെയിമിൽ കയറി 5 മിനിറ്റ് ആയപ്പോഴത്തേന് പ്ലാൻ ഇതായി. ഓക്കെ, സംഭവം വെച്ചാൽ ഏതാണ്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ സബ്മറീനിൽ നമ്മൾ വണ്ടിയും കൊണ്ട് പോകാൻ പോകണം മുത്തേ. തോമസ് എൽബി ആണെങ്കിൽ വണ്ടി എടുത്ത് നമ്മൾ സബ്മറീൻ്റെ അങ്ങോട്ട് പോകാൻ പോകണം. സ്ഥലം നിങ്ങൾക്ക് അറിയാലോ, സ്നോയിൽ. ഞാൻ അങ്ങനെ ഇവിടെ ആയിട്ടില്ല. എടാ എനിക്ക് വഴിയേറ്റി പോകുന്നില്ല. എടാ ഇവിടെ ആയിട്ടാണ്. ഇവിടെ ഇങ്ങോട്ട് കയറുന്ന വഴിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇത് ടവറല്ല, ഇത് ടവറിലോട്ടുള്ള വഴിയാണ്. ഇതല്ല ഞാൻ വെച്ചാൽ അവിടെയാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്, മറ്റേ കൊട്ടാരം പോലുള്ളത്. മൈ മിസ്റ്റേക്ക് മുത്തേ, മൈ മിസ്റ്റേക്ക്. എടാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പോകാം കേട്ടോ ഗൈസ്. എന്താ വെച്ചാൽ എല്ലാവരും വരട്ട്. എടാ നിങ്ങളായ വണ്ടി പറഞ്ഞേ കേട്ടോ ഗൈസ്. ബസ് കൊണ്ടുവരുന്നു, പക്ഷേ നിങ്ങൾ സ്വന്തം വണ്ടി പറഞ്ഞു. നമുക്ക് ഗ്യാങ് ആയിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണം. ഓക്കെ ഗൈസ്, മനസ്സിലായില്ലേ? എടാ ലോട്ട ഈവനെയൊക്കെ നിൽക്കും. വൈ യു ലോട്ട? എടാ നീ ഇവനെയൊക്കെ ഉണ്ട്. കിക്ക് പണ്ടടാ വേണ്ടടായി വരും. എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ നിർത്താം. ഇത് എടാ ഇത് എങ്ങനെയാണെങ്കിലും കടന്നുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്ത് ഇവിടെ നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പോകില്ല. നമ്മൾ അങ്ങ് എത്തിയിട്ടെല്ലാം സെറ്റാക്കാൻ പോകുള്ളൂ. എടാ വാക്ക് വക്കായ. ഓ ഒരു സെക്കൻഡ് ഞാൻ പേടിച്ചു മുത്തേ, വാക്കിലോട്ട വക്കായെന്ന്. ഈ സീരിയസ്ലി കുഴപ്പമില്ല. എടാ ആംഗ്രി ബേർഡ് കാറൊന്നും. ഓക്കെ എടാ അബ്ദുവിൻ്റെ വണ്ടി ഈയിടായിട്ട് പറഞ്ഞ ചില വണ്ടിയിലും ഒരു ആംഗ്രി ബേർഡുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിലായില്ലേ ഉണ്ട് കേട്ടാ. നമ്മളെ ക്യാരവാനാണെങ്കിലും വണ്ടികളിലാണെങ്കിലും ബസ് വരുന്ന പോലും വന്ന് ഇതായില്ലേ മുത്തേ. കൊള്ളാം. ആംഗ്രി ബേഡ. എടാ ആംഗ്രി ബേഡന്ന് കേട്ടോ, അബ്ദു ആംഗ്രി ബേഡന്ന് കേട്ടോ. സീരിയസ്ലി എന്തായാലും കൊള്ളാം. നമ്മുടെ ചുമ്മാ കിടന്നിട്ടാണ് വൈബ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. എടാ ഈവനിങ് ഒന്നും ആക്കാൻ പോകില്ല കേട്ടോ. ചുമ്മാ ഈവനിങ് ആക്കിയിട്ട് ഇനി അവിടെ ലോട്ട അടിക്കാനായിട്ടാണ്. ഈവനിങ് പിന്നെ ഈവനിങ് ഇട്ടിട്ട് മാറ്റാൻ നേരത്ത് പിന്നെ എന്ത് ലോട്ട അടിക്കും. റൂമിൽ എത്ര പേരൊന്ന് ഇന്നലെ ഒന്നും ഇല്ലടാ മുത്തേ. എടാ എന്താ അവൻ്റെ പേരിങ്ങനെ? ഓ ഹിറ്റ് എന്നാണ്. ഹിറ്റ് സിനിമയല്ലടാ മുത്തേ, നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് അത്യോ ഒന്നാ ഹൈഹോ ഒന്നാ എന്താടാ? എടാ മുത്തേ എനിക്ക് സീരിയസ്ലി മനസ്സിലായടാ. എന്തായാലും നല്ല പേര്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ പേര്, നല്ല എനിക്ക് അറിഞ്ഞൂടാ അത് തന്നെ. ഓക്കെ ഡ്രാഗൻ മുത്തേ, ഡ്രാഗനും പിന്നെ എന്താടാ ലിയ ലെജൻഡ് എന്നായിരിക്കും കേട്ടാ. എടാ നമ്മൾ പണ്ട് ഫ്രീ ഫയർ കളിച്ചപ്പോൾ ഇതേപോലെ ഇട്ടോണ്ടിരുന്ന പേര് മനസ്സിലാത്ത രീതിയിൽ ഒരുത്തിനും വായിക്കണ്ട. അല്ല പിന്നെ നമ്മൾ ഫ്രീ ഫയറൊക്കെ നിർത്തി. പിന്നെ നമ്മൾ പേരൊക്കെ നേരെയാക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ അവന്മാർ പിന്നെ ലോട്ട അടിപ്പിച്ച്. സോഡിയാക്ക് സ്കുഡ് ഗെയിം എന്നാ? സ്കുഡ് ഗെയിമിൽ സ്കുഡ് ഗെയിമാ? അതാണ്ട് ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഇത് കണ്ടില്ല കേട്ടാ. മാർക്കോ എന്താടാ? ഈഗിൾ ഗെയിമിങ് എന്നാ മുത്ത? ഈഗിൾ ഗെയിമിങ് മനസ്സിലായില്ല മച്ചാ. സീരിയസ്ലി ഹിറ്റ് എടാ മനസ്സിലായില്ലടാ. ഈഗിൾ ഗെയിമിങ് എന്നാ ചാറ്റ് പറയണേ. ഈഗിൾ ഗെയിമിങ് ഈഗിളിൻ്റെ ഇതിട്ടോണ്ടിരിക്കണം, സിമ്പിൾ ഇട്ടോണ്ടിരിക്കണല്ലേ. വാട്ട് മുത്തേ വാട്ട്. സീരിയസ്ലി മനസ്സിലായില്ല. എടാ നമുക്ക് പോവാം കേട്ടോ. നമ്മളോട് എന്തിനാക്കായി? ഓ ഇതൊക്കെ എന്തോന്നടാ? കൊള്ളാം കേട്ടോ. ചെറുക്കാൻ പറ്റും അത്യാവശ്യം. അവിടെ അത്യാവശ്യം കൊള്ളാം. എന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ ലോട്ടാക്കിയിട്ടില്ല വണ്ടി അത്യാവശ്യം. ഓക്കെ ഒരു വെച്ചിട്ടുണ്ടാ. അത് എൻ്റെ ക്യാരക്ടറിനെ കൊണ്ട് നോക്സ് വെറൈറ്റിയാ. മൈ ന്യൂ ഫ്ലൈങ് സ്കൂൾ എന്നാ? ഓ കൊള്ളാം. ഓക്കെ കൊള്ളാം. കാർ ക്രിമിനൽസ് എന്നാ? ഓക്കെ അവൻ്റെ വണ്ടിയുടെ പേരാണ്. എടാ കൊള്ളാം. ഇല്ല കൊള്ളാം. നല്ലതാണ്. ഓക്കെ ഒരാൾ പാഞ്ഞ് പറഞ്ഞുണ്ട്. എടാ നമുക്കിനി പോകാൻ കേട്ടോ. നമുക്കിനി ഇവിടെ എന്ത് ഇതാക്കണം. എന്തിനാണ് നേരെ സ്പോട്ടിലോട്ടങ്ങ് പോകാം. നമ്മളിത് ഇതൊക്കെ എല്ലാം സെറ്റാണ്. ലേറ്റ്സ് ഗോ ബ്രോ, ലേറ്റ്സ് ഗോ. പറഞ്ഞ എടാ പറ്റില്ല അവനല്ലേ മുത്തേ? എടാ AKB മുത്തേ വന്നോ അച്ഛന്മാർ? എടാ എല്ലാവരും വന്നോ. 140 50. ഓ സ്പീഡിലോട്ട് നോക്കാൻ മാട്ടാ. വണ്ടി അടിച്ച് സീനാവും. പിന്നെ തൊട്ടടിക്കും, എഞ്ചിൻ അടിക്കും, സീനാവും. ലോട്ടേൻ്റെ വച്ചേ പിടിക്കാം. മരം കൊണ്ട് വച്ചേ പിടിക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എടുത്ത് അങ്ങനെ അധികം കുറേ കളയല്ലേ വണ്ടി എടുത്തിട്ട്. കാര്യമായിട്ടാ നമ്മൾ പീക്കി ബ്ലൈൻഡേഴ്സ്
തോമാസ് ഷെൽബി അണ്ണൻ്റെ വണ്ടി എടുത്തിട്ട് കുറേ ആളായി. ഷേ ഒത്തേ ഷേ എന്തായാലും കൊള്ളാം. വളക്കട്ടെ പോയി. എടാ കുഴപ്പമില്ല. എടാ ചെറിയൊരു തട്ടാണ്, മനസ്സിലായത്? കുഞ്ഞു തട്ടാണ്, അതിനെ കുഞ്ഞു തട്ട്, മനസ്സിലായി? അതൊന്നും ഇല്ല ലോട്ടൊന്നുമില്ല. ലാഗടിക്കടാ ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു. അപ്പം തന്നെ ലോട്ട എന്നാണ്. എന്തായാലും നോക്കാം. 228 200 സംതിങ്. ഓ എടാ സ്പീഡ് നോക്കാൻ പോയി. എടാ അതെൻ്റെ ലോട്ടനെ. അത് സ്പീഡ് നോക്കാൻ പോയടാ. ഞാൻ സ്പീഡ് 200 സംതിങ് എത്ര കയറാൻ ജസ്റ്റ് കണ്ടെന്ന് കണ്ണോടിച്ച് മുത്തേ. ശ്രദ്ധ തരും. ഞാൻ വണ്ടിയുടെ സൈഡ് ചെറുതായിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ശ്രദ്ധ പോകാൻ പാടില്ലടാ. വണ്ടി ഓടിക്കാൻ ശ്രദ്ധ വേണം, മനസ്സിലായി? ശ്രദ്ധ പോയാൽ ഒട്ട അടിക്കും. പറയാണ്ടിരിക്കാൻ വയ്യ. ഓ ഞാൻ ഇതുവഴി കാരണം ഇല്ലെങ്കിൽ പിന്നെ വളച്ചൊക്കെ എടുത്ത് പിന്നെ മെനക്കേടാണ്. ഇങ്ങോട്ട് സ്ട്രെയിറ്റ് അങ്ങോട്ട് വെച്ച് പിടിച്ചാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ കയറുമ്പോഴത്തേക്ക് വേണ്ട. എടാ വീട്ടിൽ കയറണോ ഗൈസ്? വീട്ടിൽ കയറണോടാ? അത് നോക്കട്ടെ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. കൂടാല്ലോ. ലോട്ട ഇടിച്ചില്ല. അവന് പാഞ്ഞു വരും, പെട്ടെന്ന് മാറ്റിട്ട്. ഇവിടെ വേറൊന്നും എടുക്കാനും നിൽക്കേണ്ട വെച്ചാൽ മതി. സീരിയസ്ലി നമ്മൾ നേരം കയറാം. വീട്ടിൽ കയറണേ പിന്നെ നോക്കാം. അതായത് തിരിച്ച് വരുമ്പം വേണമെങ്കിൽ കയറാം. അല്ലാതെ അവിടെ ഞാൻ ഉറപ്പ് പറയാം ലോട്ട. ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞ് ഞാൻ ഉറപ്പ് പറഞ്ഞുകൊണ്ട് ലോട്ടയെന്ന്. സെയിം. അയ്യോ എൻജിൻ ഒരേ സീനും ഇല്ല, മനസ്സിലായില്ലേ? എടാ ഈ ലൈവിൽ എന്ത് പാരസ്യത്തിൻ്റെ എടാ എൻ്റെ അയ്യോ അന്തർവാഹിനി എവിടെ? അല്ല അതല്ലേ മലയാളം. അല്ല ഈ മറ്റേ സാധനം ഇവിടെ സബ്മറീൻ. ഇവിടെ ഞാൻ പെട്ടെന്ന് നോക്കിയാൽ ഇവിടെ ഒന്നും കണ്ടില്ല. എടാ ഇവിടെ നിർത്തിയാൽ പോരെ, അതാ ഫ്രണ്ട് നിർത്തണം. അവിടെ മൊത്തം CPM 2 നമ്മളിവിടെ വന്ന എൻ്റെ പൊന്നോ പറയാണ്ടിരിക്കാൻ വേണം മുത്തേ. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്പന്മാരെയും കൂടെയൊക്കെ. NGC. അയ്യോ റോഡിനൊക്കെ അങ്ങ് പോവില്ലേ? മണ്ടത്തൊരായി പോയി. ആടാ ലോട്ട ഭാഗ്യോടാ. റോഡ് അങ്ങ് പോവില്ലല്ലേ? എടാ ഞാൻ വിളിച്ച റോഡിൽ പോകുന്നു. എടാ അയ്യോ പോയി. എടാ എന്ത് അത് കൊള്ളായിരുന്നു. ഇത് സിനിമയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വണ്ടി ഇതായിട്ട് പോകുമ്പം അങ്ങനെ വളഞ്ഞു പോയിട്ട് വീണിട്ട് തിരിച്ചു പറഞ്ഞൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ മൊത്തം അതേപോലെ ഉണ്ടല്ലേ? കൊള്ളായിരുന്നു. എടാ ബേക്കിന്ന് മാറും. എടാ ഞാൻ കൊണ്ട് മരയെ കിട്ടാ. നിങ്ങൾ എന്തിരി സമ്മതിക്കല്ലേ? ഓക്കെ വണ്ടിയുടെ സൈഡ് ഞണിങ്ങിയടാ ലോട്ട. കുഴപ്പമില്ല. എന്തായാലും അന്തർവാഹിനി കയറിയിട്ട് ബാക്കി സംസാരം മുത്ത, മനസ്സിലായില്ല? അന്തർവാഹിനി കയറി എന്നിട്ട് ബാക്കി. ലെറ്റ്സ് ഗോ ബ്രോ, ലെറ്റ്സ് ഗോ. നമ്മളെ ഗോളിൽ വല്ലതും ഇതാക്കിയടാ? ഇല്ല മുത്ത. അതെന്തായാലും കുഴപ്പമില്ല, നോക്കാം. ഗോൾ അനങ്ങണില്ല മച്ചി, സീരിയസ്ലി ഗോൾ അനങ്ങണില്ല. സൂപ്പർ ചാറ്റൊന്നും ഇല്ല, സൂപ്പർ ചാറ്റൊന്നും വന്നില്ല. എന്തായാലും കാർ വേൾഡും നമ്മളിവിടെ വന്നിട്ട് കുറച്ചായി അല്ലേ ഗൈസ്? ഈ ഇടയായിട്ട് കുറച്ചായി. നമ്മൾ മെയിൻ എപ്പോഴും ഡെസേർട്ടിലാണ് ഇപ്പോൾ പോയി കിടക്കുന്നത്. ഡെസേർട്ടിലും ട്രോപ്പിക്കും. സിറ്റി പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി ഇട്ടിട്ടുണ്ടല്ലോ അവന്മാർ. നമ്മളെ കുറ്റമല്ലല്ലേ ലോട്ട. നമ്മളെന്താക്കാൻ? CPM 2 ഇവിടെ വന്നിട്ട് തന്നെ. അതെ CPM 2 കളിക്കാം. CPM 2 ഇപ്പോൾ കളിക്കാറില്ലല്ലോ. CPM 2 മുത്തേ അത് ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ അയ്യോ ഇവിടെ ഞാൻ ഇവിടെ 2 വർത്താനം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ കുഴി വീണം. എന്ത് ലോട്ട മുത്തേ, ഇത് എന്തോന്ന് പരിപാടി ഇതെല്ലാം കൂടെ. ലോട്ടേൻ്റെ ഞാൻ പറയാനില്ല. അവിടെ നിൽക്കുന്ന ഓണായിക്കോട്ടെ. മുഹമ്മദ് ഹായ്. അവിടെ ഇവിടെ അയക്കാം അല്ലേ? ഇത് കൊള്ളാം അല്ലേ ഗൈസ്? അവിടെ ഈവനിങ് ആക്കണ്ട എന്തായാലും എപ്പോഴും ഈവനിങ് മുന്നേ. സെറ്റ്. എടാ ഇതാണ്ടാൻ ചിരിച്ച. ഞാൻ വിളിച്ച് ഞാൻ പിക്ക് എടുത്തെടുത്ത്. ഓക്കെ സെറ്റ്. പിക്ക് സെറ്റ് മച്ചി. ഇതെല്ലാം എന്ത് ലോട്ട എന്നാണ് വെച്ചാൽ മറ്റേ നമ്മളെ ക്യാരക്ടർ ഇങ്ങനെ കുടിയിലോട്ട് വീണ് നോക്കിക്കൊണ്ടിരിക്കണ ലോട്ട. നിൽക്കേ അത്യാവശ്യം ഓക്കെ ഒരു പിക്ക്. പോയി.
ഇവിടെ എന്താണെന്നാണ് നിരങ്ങി വീണ് പോകണം ഈ ലോട്ട. ഇവിടെ ഞാൻ താഴ്ട്ട് ഇറങ്ങിയാണ് കേട്ടോ, വീണല്ല, താഴ്ട്ട് ഇറങ്ങിയാണ്. നമ്മളിനി നേരെ എന്തിനാണ് ഇങ്ങോട്ടുണ്ടാ. ഇവിടെ മാത്രമല്ല നമ്മൾ ഈ ഒരു പരിസരത്തെല്ലാം കുറച്ച് നിൽക്കാനൊക്കെ പോകണ്ട കേട്ടോ. സീരിയസ്ലി ഇത് മാത്രമായിട്ടല്ല നമ്മൾ വന്നത്, മനസ്സിലായില്ലേ? ഡേ ഇത് കൊള്ളാം. ഓ ഓ ഓ സീപ്പേൻ രൂലൊക്കെ അവിടെ വരണോടാ, ഭയങ്കരമാണ് കേട്ടാ. വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം. ഓ നൈസ്രാ. ഇതെന്ത് സെറ്റ് 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 ചാറ്റ് സെറ്റ് ചാറ്റ്. ഇവിടെ എന്താ എല്ലാവരും ഇമോജി ഇട്ട് കളിക്കണടാ. ഓക്കെ 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 ഓക്കെ. എടാ ഞാൻ അവിടുത്തെ ചാറ്റോ ഇത് ഹൈഡ് ചാറ്റ് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ മെസ്സേജ് അയച്ചാൽ എനിക്ക് കാണത്തില്ലേ? ഓക്കെ അതിപ്പോഴും പറഞ്ഞിട്ടുണ്ടേ നിങ്ങൾക്ക് കാണാൻ. എടാ ലൈവ് ആണമാർക്ക് കാണാമല്ലോ, ഇവിടെ സംഭവം ഓഫാക്കി ഇട്ടേക്കാണ്. ഓക്കെ എടാ ഇതിൻ്റെ മുകളിൽ നിന്ന് കയറിയേ കൊള്ളുന്നുണ്ട് കേട്ടോ. വണ്ടി എടുക്കണ്ടാ, വണ്ടി എടുത്താൽ അതിന് എൻജിനൊക്കെ സീനായല്ലേ, നമുക്ക് ഇവിടെ തിരിച്ചിറങ്ങാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കണോ ഗൈസ്? എടാ നടന്ന് കയറടാ, തൊട്ടടുത്തല്ലേ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നടക്കാം. വാ എടാ വണ്ടി എടുത്തോണ്ട് നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്താക്ക്. ഞാൻ എന്തായാലും വണ്ടിയൊന്നും എടുക്കാനില്ല, നമ്മൾ നേരെ നടന്ന് ഇങ്ങോട്ട് എന്താ ഈ സാധനത്തിൻ്റെ മുകളിൽ ചാടി കയറാനായിട്ട് പോവാണ്. നിങ്ങൾ പറഞ്ഞവര് വാ. ഫേക്ക് നവൻ വൈറ്റി ഉണ്ടായിരുന്നാ? ഫേക്ക് നവൻ വൈറ്റിയാ? എടാ നവൻ വൈറ്റി ഫാൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. എടാ ഇതാണാ അടി സക്കേ ലോട്ടേ. ഉയ്യോ ഫോൺ ഇപ്പം പോയനെ ലോട്ട. ഇതിന് ഫോൺ പിടിച്ചടാ. എന്തിരി ബാഗ് ഇട്ടുകൊണ്ട് വന്നേക്കണ്ടാ. ഈ ട്രിപ്പ് പോണല്ല മുത്തേ. എന്ത് ലോട്ട. ഹേ എന്തായാലും ഇവിടെ വെച്ച് പിടിക്കാം. നമ്മൾ അന്ന് ഇവിടെ നിന്ന് ഓർമ്മ കേട്ടാ ഗൈസ്, നമ്മൾ അന്ന്. ഇതെന്താ മല ഒരു അടി ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഈ ലോട്ട ഈ ഈവനിങ്ങും ഇതൊക്കെ ആക്കുമ്പോഴേ ചിലപ്പോൾ ഇത് ലൊട്ട അടിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഈ ആട്ട ബാക്ക് ഇഷ്യൂ ലൊട്ടന്ന് ഇതുവരെ മാറില്ലേ ചാൻ? ഇടയ്ക്ക് ഇന്നലെയൊക്കെ ആർക്കൊക്കെ ആട്ട ബാക്ക് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു. ഓക്കെ സെറ്റടാ സെറ്റ്. എടാ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടിക്കണം. നിങ്ങൾ എന്തിനും ലൊട്ട എല്ലാവരും കൂടെ കൂട്ടിക്കുഴഞ്ഞിരിക്കണം. ഇത് എന്തൊരു അസംബ്ലി ചെയ്യണം എല്ലാവരും കൂടെ. ഇത് ഗ്യാപ്പ് ഇട്ടിരിക്കുക, മനസ്സിലായില്ലേ? അപ്പോഴേ ഡബിൾ പിക്ക് എടുക്കാൻ പറ്റണം. അല്ല പിക്കോ എടാ 1-2 പിക്ക് കിട്ടിയ കേട്ടോ ചേട്ടാ, അത് കുഴപ്പമില്ല. ഇവിടെ നോക്കുമ്പോൾ നൈസ് ആയിട്ടുണ്ടല്ലേ ചാറ്റ്. ആട്ട ബാക്ക് മാറിയില്ലെന്നാ? ഓക്കെടാ മച്ചാ. ഓക്കെ ലൊട്ട ബാക്കെന്ന് എന്തോ ഹലഗാസ് അല്ലേ ചാറ്റ്? സീരിയസ്ലി ഗൈസ്, വൈ ഹലഗാസ് ബ്രോ യു ലൈക്ക് ദിസ് ലൊട്ടെ? സീരിയസ്ലി മച്ചി. എടാ ലോട്ട പറയണില്ലേ ലോട്ട തോന്നടാ ഹലഗാസാ അച്ഛാ. അതുണ്ടായി നമ്മളവിടെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേലിൻ്റെ ആ ഒരു പരിപാടി സംഭവം കണ്ട താഴെ. എൻ്റെ മുത്തേ സീരിയസ്ലി W കൊള്ളാമല്ലേ? എടാ ലൈവണ ചിത്രമായി. അവിടെ ലൈവണക്ക് 20 മിനിറ്റായി. ഓക്കെ നമുക്ക് തിരിച്ച് വീട്ടിൽ കയറാം. എടാ എന്തായാലും നമ്മൾ ഇതുവരെ വന്നേയുണ്ട്. വീട്ടിൽ ഒന്ന് കയറി കറങ്ങി ഒരു 2 മിനിറ്റ് നിന്നിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. അടുത്ത റൂം പോവാം. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും അടുത്ത് വന്നിട്ട് വീട്ടിൽ കയറാമായിരുന്ന. അങ്ങനെയാണ് എനിക്ക് ചോദിക്കാൻ, എന്താ അടുത്താണ് എൻ്റെ കൊട്ടാരത്തിൽ കയറാം, അല്ലേ മറ്റേ ഗോപുരത്തിൽ കയറാം. അതിലേക്ക് കയറിക്കൊണ്ടിരുന്ന നമ്മൾ ചുമ്മാ അവിടെ പോയുടെ തിരിച്ചു പറഞ്ഞതല്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ ആയിട്ടാകുമ്പോഴത്തേക്ക് സമയം ഒരുപാട് അങ്ങ് അതിക്രമിച്ചു, മനസ്സിലായില്ലേ? അതുകൊണ്ട് തൽക്കാലത്ത് നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് പോയതും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വീട്ടിലോട്ട് തൽക്കാലം ഒന്ന് പോയിട്ട് നെക്സ്റ്റ് റൂം പോകാമെന്ന രീതിയിൽ പറഞ്ഞു. ഓക്കെ ഇവിടെ ഫോട്ടോ അത്യാവശ്യം കുഴപ്പമില്ല, ലോട്ടയൊന്നുമല്ല. ഇതുവഴി കയറാമല്ല. എടാ നോക്കട്ടെ. എടാ മുത്ത സൂയി. എടാ അതിപ്പോൾ എന്തൊരു സംഭവിച്ചാ? എടാ മുത്തേ നൈസ്. എടാ ചാടി നിൽക്കാൻ പറ്റൂല. അത് നമ്മളെ കുഴപ്പമില്ല. ഓല കാസ് ഗെയിം ഇത് അങ്ങനെ ചാടിക്കല്ലെന്ന് പറഞ്ഞ സംഭവം ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അത് പരിപാടി കൊള്ളായിരുന്നല്ലേ? എന്താ തിരിഞ്ഞു പോയിട്ടെ. ഇങ്ങോട്ട് പോകാനുള്ളടാ. ഇങ്ങോട്ടാണ്. എന്തിന് എടാ അവിടെ ആരും പാർക്കും ചെയ്യണ്ട. അങ്ങോട്ട് പെട്ടെന്ന് പോകണം. എടാ അവിടെ പാർക്കെന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്തൊരു സാധനം അവിടെ കൂടെ പോയത്? എടാ അതെന്തിനാ അവിടെ കൂടെ പോയി? അതൊക്കെ എവിടെ നിന്നാ പറഞ്ഞു? നോക്കിയോ ഫ്രണ്ടിൽ കൂടെ ഒരു സാധനം പറഞ്ഞു പോയില്ല. എന്തിലൊട്ട മൊത്തതെല്ലാം കൂടെ നമ്മൾ എന്തെല്ലാം കാണണം? ഞാനിപ്പോൾ എവിടെയാണ് ഇതിൽ? വഴി കൺഫ്യൂസ് ആക്കണം കേട്ടോ, പറയാണ്ടിരിക്കാൻ കേട്ടോ മൊത്തം. സീരിയസ്ലി പറയാനില്ല. കുറേ വളവും തിരിവൊക്കെ ആയാലും ലോട്ട ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ലോട്ടേൻ്റെ ഇടിച്ച്
ഭാഗ്യത്തിന് എഞ്ചിൻ സീനായില്ല. അല്ല കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ എത്താറായില്ല അല്ലേ, എന്നാലും എഞ്ചിനിൽ ഒട്ട അടുപ്പിക്കണത് ശരിയല്ലടാ. അതിൻ്റെ പൊന്തക്കാട്ടിൽ ഫ്ലൈങ് സ്ക്വയറിൽ എടാ എന്താടാ ഇവിടെ ഒത്ത അടക്കണം. അയ്യോ എടാ പോയി വെള്ളം, എടാ ലൊട്ട, എടാ മാറിട്ട് വെള്ളം ദേഹത്ത് വീഴി ലോട്ട. എന്താണെന്നല്ലേ മുത്തേ, നമ്മളൊരു കാര്യം ഇറങ്ങി തിരിക്കുമ്പോൾ ലൊട്ട അടിക്കാനായിട്ട്. എന്തായാലും പാക്കല, എന്തായാലും നമ്മൾ വീട്ടിൽ വരാൻ തീരുമാനിച്ചത് കുഴപ്പമില്ല. വീട്ടിൽ കയറിയിട്ടുണ്ട്, എല്ലാവരും വന്ന മുത്തേ. ഓക്കെ എടാ ഫുഡൊക്കെ എടുത്ത് കഴിച്ചോ കേട്ടോ. ഓക്കെ ഞാൻ ഇതായിട്ട് നിങ്ങളെടുത്ത് കഴിച്ചോ, നിങ്ങളെടുത്ത് കഴിച്ചോ. ഓ ഇതൊക്കെ ഉണ്ടല്ലോ. കഥ തുറന്നോട്ട് ഹേ ഇതിലൊട്ട. ഇവിടെ എന്തിനാ ഒന്നാമത്തേലേ രണ്ടാമത്തേലേ? എടാ ഒന്നാമത്തേലേടാ, രണ്ടാമത്തേലേ കയറുന്നത്. എടാ ഇവിടെ എടാ ഒന്നാമത്തേലാണ് നമുക്ക് പറ്റി ഇതുള്ളതാടാ. നമുക്ക് ഇതുവഴി കയറിപ്പോകാൻ ഇറക്കാൻ പറ്റൊരു വഴിയുണ്ട് കേട്ടോ. നമ്മളിത് ഈ അടുത്തിടയ്ക്കാണ് കണ്ടത്. ഒരു മാസം ഗ്യാപ്പിനകത്താണ് ഞാൻ കണ്ടത്. ഇതുവഴി പോകാമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ ഗൈസ്, നമുക്കത് അറിഞ്ഞുകൂടെ വരുന്നത്. നിങ്ങളുടെ ആൾ അങ്ങനെ പോയപ്പോഴാണ് ഞാൻ പിന്നെ അത് കണ്ട് മനസ്സിലാക്കിയത്. കൊള്ളാം അല്ലേ ഗൈസ്? കൊള്ളാം. നമ്മളെന്തായാലും തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അതായത് ഇന്നത്തെ ചെറിയൊരു പരിപാടിയായിരുന്നു. നമ്മളെന്തിനാണ് എന്തൊരു സംഭവം, ആ സാധനം ഉണ്ടല്ലോ, എൻ്റെ ഒരു സബ്മറീൻ വാഹിനി, ആ സാധനം ഉണ്ടല്ലോ മുത്തേ, അതിനൊന്ന് കാണാൻ പോയി. അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് എന്നിട്ട് നമ്മൾ പിന്നെ മഞ്ഞുള്ള ഇടത്ത് വന്നുകൊണ്ട് നമ്മളെ വീടും അടുത്തായതുകൊണ്ട് വീട്ടിലൊന്ന് കയറി. വീട്ടിൽ കയറിച്ചാൽ ഉടനെ ഇറങ്ങി, മനസ്സിലായില്ല. കൂടുതൽ അവിടെ നിന്ന് ഇതാക്കാനും നിന്നില്ല. നമ്മളങ്ങ് ഇതാക്കിയിട്ട് ഇപ്പം എത്തിയിട്ടുണ്ട്. മുത്തേന് നെക്സ്റ്റ് റൂം പോവാം, അതാണ് അതിൻ്റെ ഇത്. അല്ലെങ്കിൽ വെച്ചാൽ കൂടുതൽ സമയം ഇതായി പോയില്ലേ, മനസ്സിലായില്ല. നമ്മൾ ഇതിൽ മാത്രമായിട്ട് നിന്നാൽ നമ്മളെന്തായാലും നെക്സ്റ്റ് റൂം എന്തായാലും പോകാൻ പോകണം ഗൈസ്.